സ്വാഗതം പ്രിയരെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടാരോ റീഡ് കേൾക്കാൻ റെഡിയാണോ? ഇന്ന് ഞാൻ ടാരോയോട് ചോദിക്കുന്നത് എനിക്ക് എൻ്റെ ധനപരമായിട്ടുള്ള കാര്യം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ രണ്ട് കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗൈഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗൈഡൻസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താണ് അത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. നമ്മൾ ധനത്തെക്കുറിച്ച് ചോദിച്ചു, ധനം ഇല്ലാത്തൊരു കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾക്ക് കാർഡിൽ കണ്ടറിയാൻ പറ്റും. തല താഴ്ത്തി ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമുക്ക് കാണുന്നത്. ഇതാണ് പെൻറ്റക്കിൾസ്, പണത്തിൻ്റെ കാർഡ് തന്നെയാണ്. പക്ഷേ പണമില്ലാതെ ഇരിക്കുന്ന ഒരു കാർഡാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള സമയത്ത് വരുന്നൊരു കാർഡാണ്. ഇനി നമുക്ക് രണ്ട് ഉപദേശങ്ങളാണ് ചോദിക്കുന്നത്. അതിലാദ്യത്തെ കാർഡ് ദ 10 വീൽ എന്ന് പറയുന്ന കാർഡാണ്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്നാണ് സാധാരണ റൈഡർ ആൻഡ് വൈറ്റിൽ വരുന്നൊരു കാർഡ്. ഇതിന് കണ്ടറിയാൻ പറ്റും. ഒരു ചക്രത്തിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നൊരു വനിതനെയാണ് കാണുന്നത്. അവരുടെ മുഖത്ത് അസാമാന്യമായിട്ടുള്ള ചിരിയുണ്ട്. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ കാര്യങ്ങൾ നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണെങ്കിലും നമ്മുടെ ആത്മനിയന്ത്രണം കൈവിട്ട് പോകുക എന്നുള്ളതാണ് കാര്യം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ആത്മനിയന്ത്രണം കൈവിടാതെ നമ്മൾ ഒരു ധ്യാനത്തിൻ്റെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതാണ് ആദ്യത്തെ നിർദ്ദേശം, അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ നിർദ്ദേശം എന്താണ് ടാരോ കാർഡ് തരുന്നത് നമുക്ക് ചോദിച്ചാൽ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. അത് ശരിക്കും ധനത്തിൻ്റെ ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഭർത്താവും ഭാര്യയും മക്കളും സന്തോഷത്തോടെ ഇത് കളിക്കുന്നു. പുറകിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നമുക്കറിയാം 4 കുഞ്ഞുങ്ങൾ, ഒരു ഡോഗ്, എല്ലാം കൂടി വളരെ സന്തോഷം സമൃദ്ധി ഇരിക്കുന്ന കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നമ്മളോട് പറയുന്നത് എന്താണ് നമുക്കുള്ളത് അതിൽ സന്തോഷവാനായിരിക്കുക, ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്. അതിന് നന്ദി പറയുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. രണ്ട്, ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ആൾക്കാണ് യൂണിവേഴ്സ് കൂടുതൽ തരുന്നത്. ഐ വിഷ് യു ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം.